വുളു ഇല്ലാതെ ഖുർആൻ സ്പർശിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഖുർആനിക വചനങ്ങൾ എഴുതിയ കടലാസ് സ്പർശിക്കാൻ വുളുവിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് നോക്കാം. എഴുതിയത് പഠന ആവശ്യത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ വുളു നിർബന്ധമാണ്. ഇനി അതല്ല രോഗശമനത്തിനോ മറ്റോ വേണ്ടി എഴുതിയതാണെന്നുണ്ടെങ്കിൽ അവിടെ വുളുവിന്റെ ആവശ്യം വരുന്നില്ല. ആരുടെ ഉദ്ദേശത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് തൊടാൻ വുളു വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്? എഴുതിയ ആള് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ അതല്ല മറ്റൊരാൾക്ക് സൗജന്യമായി നൽകാൻ വേണ്ടിയോ എഴുതിയതാണെന്നുണ്ടെങ്കിൽ ആ എഴുതിയ ആളുടെ ഉദ്ദേശത്തിലേക്കാണ് നോക്കുക. ഇനി അതല്ല മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം അയാൾക്ക് വേണ്ടി എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിർദ്ദേശിച്ച ആളുടെ ഉദ്ദേശത്തിലേക്കാണ് നോക്കുക. ഇനി വുളു ആവശ്യമില്ലാത്ത മറ്റൊരു സന്ദർഭം ഖുർആനെ മറ്റു വസ്തുക്കളോടുകൂടെ ചുമക്കുകയാണെന്നുണ്ടെങ്കിൽ മുസഫിനെ പ്രത്യേകം ലക്ഷ്യമാക്കിയിട്ടില്ലെങ്കിൽ അവിടെയും വുളുവിന്റെ ആവശ്യം വരുന്നില്ല. ഇനി മുസ്ഹഫിനെ സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വുളു നിർബന്ധമാണ്. അത് എഴുത്തില്ലാത്ത ഭാഗത്തിലാണെങ്കിൽ പോലും വുളു നിർബന്ധമാണ്. അതേപോലെ മുസ്ഹഫ് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെട്ടിയിൽ മുസ്ഹഫ് ഉണ്ടായിരിക്കെ അത് തുടരണമെന്നുണ്ടെങ്കിലും വുളു നിർബന്ധമാണ്. വുളു ആവശ്യമില്ലാത്ത മറ്റൊരു സന്ദർഭം ഇതേപോലുള്ള വടിയോ പെൻസിലോ ഒക്കെ ഉപയോഗിച്ചിട്ട് മുസ്ഹഫിന്റെ പേജുകൾ മറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെയും വുളു ആവശ്യം വരുന്നില്ല. പക്ഷേ മുസ്ഹഫിന്റെ കടലാസുകൾ ഇതിന്റെ കൂടെ വേർപെട്ട് പോരരുത് എന്ന് മാത്രം. ഇനി നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഖുർആനെ കത്തിക്കാൻ പറ്റുമോ? സൂക്ഷിക്കുന്നത് പ്രയാസമാണെന്നുണ്ടെങ്കിൽ കത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കത്തിക്കുന്നത് കറാത്താണ്. സൂക്ഷിക്കാൻ പ്രയാസമാണെങ്കിൽ പോലും കത്തിക്കുന്നതിനേക്കാൾ നല്ലത് കഴുകി കളയുന്നതാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട.